വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്രായേലിലെ ബീർഷേബയിലെ മെഡിക്കൽ സെന്ററിന് നേരെ മിസൈൽ ആക്രമണം. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ അതിരൂക്ഷമായ മിസൈൽ ആക്രമണം. 5ഓളം ഇടങ്ങളിൽ മിസൈൽ പതിച്ചു. ബീർഷേബയിലെ സൊറോക്കോ മെഡിക്കൽ സെന്ററിന് നേരെയും സ്റ്റോക്ക് മാർക്കറ്റ് ബിൽഡിംഗ് സമുച്ചയത്തിലും ഹിലാൻ ബിസ്റ്റോണിലും ഗുസ്താൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് സൊറോക്കോ മെഡിക്കൽ സെന്ററിലാണ്. ഇസ്രായേലിലെ തന്നെ 2ാമത്തെ മെഡിക്കൽ സെന്ററാണിത്. ബീർഷേബിലെ ക്ലാലിറ്റി ഹെൽത്ത് സർവീസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ളതാണിത്. ഈ ഹോസ്പിറ്റലിൽ 1173 ബെഡുകളാണുള്ളത്. ഇത്രയധികം രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്ന വലിയൊരു ഹോസ്പിറ്റലാണിത്. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സൊറോക്കോ ഹോസ്പിറ്റലിൽ അധികൃതരുടെ ഒരു വാർത്താക്കുറിപ്പിൽ ഹോസ്പിറ്റലുകളിൽ ഹെവി ഡാമേജാണ് സംഭവിച്ചതെന്നും ഇപ്പോൾ പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന തയ്യാറെടുപ്പിലാണെന്നും നാശനഷ്ടങ്ങളെക്കുറിച്ച് പിന്നീട് വിലയിരുത്തുമെന്നും പറഞ്ഞു. ഇതിനിടയിൽ ഇറാന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് തങ്ങൾ ഹോസ്പിറ്റലിന്റെ സമീപത്തുള്ള ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനമാണ് ആക്രമിച്ചതെന്നും അതിന് സമീപമുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിന് കേടുപാടുകൾ സംഭവിച്ചതാകാം. ഇത് തന്നെയാണ് ഇസ്രായേൽ ഗസയിലെ 100 കണക്കിന് ഹോസ്പിറ്റലുകൾ ആക്രമിച്ച് തകർത്ത സമയത്ത് ഇതിനടിയിൽ ഹമാസിന്റെ ഒളിത്താവളമുണ്ടെന്നും അതുകൊണ്ടാണ് ആക്രമിച്ചത് എന്നും പറയാറുള്ളത്. ഈ ഹോസ്പിറ്റലിൽ പ്രധാനമായും ഗസയിലെ പരിക്കേറ്റ ഇസ്രായേൽ പട്ടാളക്കാരെയാണ് ചികിത്സിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലെ അയൺ ഡോം സംവിധാനങ്ങളെ ഭേദിച്ച് മിസൈലുകൾ പതിക്കുന്നതിനാൽ പുതിയ സംവിധാനമായ ലൈറ്റിംഗ് ഷീൽഡ് എന്ന പുതിയ സംവിധാനം സ്ഥാപിച്ചത്. അതിനെയും മറികടന്ന് വലിയ നാശം പ്രധാന നഗരങ്ങളിൽ സംഭവിക്കുന്നു എന്നത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.